LDF കൺവീനർ EP ജയരാജൻ CPIM-ലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് അപ്പോൾ തന്നെ ക്ഷണം നിരസിച്ചു. തനിക്ക് വാഗ്ദാനങ്ങളൊന്നും നൽകിയിരുന്നില്ല, വെളിപ്പെടുത്തിയവർ തന്നെ കൂടുതൽ പറയട്ടെ എന്നും ദീപ്തി റിപ്പോർട്ടറിനോട് പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നു. ഈ കോൺഗ്രസിൽ നിന്ന് BJP ചെയ്യുന്നതിന് സമാനമായി തന്നെ CPM-ഉം നേതാക്കളെ അങ്ങോട്ട് ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ നന്ദകുമാറിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നു. KPCC സെക്രട്ടറിയായ താങ്കളെ CPM-ലേക്ക് ക്ഷണിച്ചു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അപജയം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആളെ കിട്ടാതെ വരുമ്പോൾ അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ തേടിപ്പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിൽ പോലും അത് എന്നെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത് എൻ്റെ പ്രസ്ഥാനമാണ്. അതിനപ്പുറം എനിക്കൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ഞാനത് പറഞ്ഞിരുന്നു. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതിനപ്പുറം ഒന്നും പറയാനില്ല. നന്ദകുമാറിന്റെ ഈ സംസാരത്തിന് ശേഷം കൂടുതൽ നേതാക്കളും ബന്ധപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു. അല്ല, അതൊക്കെ വെളിപ്പെടുത്തിയ ആളുകൾ തന്നെ പറയട്ടെ, ഞാനല്ലല്ലോ പറയേണ്ടത്, വെളിപ്പെടുത്തിയവർ തന്നെ പറയട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? കോൺഗ്രസ് വിടാനുള്ള ഒരു മാനസികമായി അങ്ങനെ ആലോചിച്ചിരുന്നു? ആ ഘട്ടത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. KV തോമസ് മാഷൊക്കെ ഇപ്പോൾ CPM-മായി സഹകരിക്കുന്ന ഈ തരത്തിൽ ചില വാഗ്ദാനങ്ങൾ, ഈ നന്ദകുമാർ ഉൾപ്പെടെ ഇടനിലക്കാർ നിന്നുകൊണ്ടുള്ള ഒരു വാഗ്ദാനവും എനിക്ക് തന്നിട്ടില്ല. ഇത്തരത്തിൽ സമീപിച്ചപ്പോൾ ഞാൻ എന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്ദകുമാർ വെളിപ്പെടുത്തിയ കാര്യം, കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവിനെ കൂടെ CPM-ലേക്ക് കൊണ്ടുവരാൻ EP ജയരാജൻ നിർദ്ദേശിച്ചു എന്നായിരുന്നു നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ കൃത്യമായി മറുപടി നൽകി കോൺഗ്രസ് വിടാനില്ലെന്ന്. അതിനുശേഷം പിന്നീട് കൂടുതൽ ആളുകൾ ബന്ധപ്പെട്ടില്ല എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് യൂസഫിനൊപ്പം റിപ്പോർട്ടർ റോഷിപാൽ ഇൻ കൊച്ചി. അപ്പോൾ അതാണ് ആ വനിതാ നേതാവ് ദീപ്തി മേരി വർഗീസ്. ആ റോഷിപാലിനോട് നമുക്ക് ചില കാര്യങ്ങൾ കൂടി ചോദിക്കണം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപായിരുന്നോ ഈ ക്ഷണം നിരസിക്കാനുണ്ടായ കാരണം എന്താണ്? അത് ദീപ്തി ക്യാമറയ്ക്ക് പിന്നിൽ പറഞ്ഞോ എന്ന് കൂടി അറിയണം. ആ റോഷിപാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയിൽ. ഗുഡ് ഈവനിംഗ് റോഷിപാൽ. ഗംഭീര പ്രതികരണമാണ്. ദീപ്തിയെ ക്ഷണിച്ചത് സ്ഥാനാർത്ഥിയാക്കാനാണോ? റോഷി അത് ചോദിച്ചിരുന്നോ? സുജയ, ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് അത് ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ദീപ്തി തയ്യാറായില്ല. പക്ഷേ LDF കൺവീനർ EP ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ദീപ്തി മേരി വർഗീസ് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. EP ജയരാജന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ദീപ്തി. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പാണ് EP ജയരാജൻ ദല്ലാൽ നന്ദകുമാർ വഴി ദീപ്തി മേരി വർഗീസിനെ LDF-ലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. ആ തരത്തിൽ പലരെയും ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അങ്ങനെ തന്നെയും കാണാൻ വന്നു എന്നാണ് പറയുന്നത്. ദീപ്തിയുടെ വീട്ടിലേക്ക് ദല്ലാൽ നന്ദകുമാർ എത്തുന്നു. അതിനു മുമ്പ് ദല്ലാൽ നന്ദകുമാറാണ് വന്നതെന്ന് തനിക്കറിയില്ലായിരുന്നു. അവിടെ എത്തിയതിനു ശേഷമാണ് മനസ്സിലായത്. പക്ഷേ ആദ്യം തന്നെ താൻ ആ ക്ഷണം നിരസിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് EP ജയരാജൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. EP-ക്ക് നൽകിയ മറുപടി അടക്കം എന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ഏതായാലും ദീപ്തി മേരി വർഗീസ് തയ്യാറായിട്ടില്ല. താൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പമാണെന്ന് കൃത്യമായി മറുപടി നൽകി എന്ന് മാത്രമാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞത്. ഏതായാലും നേരത്തെ തന്നെ കോൺഗ്രസിലെ കൂടുതൽ നേതാക്കളെ LDF-ലേക്ക് എത്തിക്കാൻ, CPM-ലേക്ക് എത്തിക്കാൻ LDF കൺവീനർ EP ജയരാജൻ അല്ലെങ്കിൽ CPM-ന്റെ ഉന്നത നേതൃത്വം തന്നെ ശ്രമിച്ചു എന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ ദീപ്തി മേരി വർഗീസ് സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KV തോമസ് അടക്കമുള്ള നേതാക്കളെ ഈ തരത്തിൽ ദല്ലാൽ നന്ദകുമാർ വഴിയാണോ CPM പാളയത്തിലേക്ക്, ഇടത് പാളയത്തിലേക്ക് എത്തിച്ചത് എന്ന ചോദ്യമാണ് ഇനി ഉത്തരമില്ലാതെ കിടക്കുന്നത്. ഓക്കെ റോഷിപാൽ, താങ്ക് യു. അപ്പോൾ ഇതിൽ EP പറയണം, അതിനുശേഷം ബാക്കി പറയാം എന്നാണ് ദീപ്തി പറയുന്നത്. അപ്പോൾ